നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ജില്ലകളെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യേക PSC ചോദ്യോത്തര സീരീസിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ എപ്പിസോഡുകളിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം എന്നീ ജില്ലകളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചുകഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കിഴക്കിന്റെ വെനീസ് എന്നും കയർ വ്യവസായത്തിന്റെയും കുട്ടനാടൻ നെല്ലറകളുടെയും നാട് എന്നും അറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയെക്കുറിച്ചാണ്. PSC, SSC തുടങ്ങിയ പരീക്ഷകളിൽ ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം പതിവ് പോലെ 50ാമത്തെ ചോദ്യം നിങ്ങൾക്കുത്തരം പറയാനായുള്ളതാണ്. അതിന്റെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വൈകാതെ തന്നെ ആലപ്പുഴ ജില്ലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1957 ഓഗസ്റ്റ് 17. തിരുവിതാംകൂർ, കൊല്ലം, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്താണ് കേരള സംസ്ഥാന രൂപീകരണത്തിനു ശേഷം ആലപ്പുഴ ജില്ല രൂപീകരിച്ചത്. 2. കിഴക്കിന്റെ വെനീസ്, വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിച്ചതാരാണ്? ഉത്തരം കഴ്സൺ പ്രഭു, ലോർഡ് കർസോൺ. 1903 ആലപ്പുഴ സന്ദർശിച്ച വേളയിലാണ് കനാൽ ശൃംഖലകളും കായലുകളും നിറഞ്ഞ ഈ പ്രദേശത്തെ അദ്ദേഹം കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത്. 3. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിലായാണ് വ്യാപിച്ചുകിടക്കുന്നത്? ഉത്തരം ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഇതിൽ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ കൂടിയാണ് വേമ്പനാട്ട് കായൽ. 4. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം കുട്ടനാട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചുകിടക്കുന്ന കുട്ടനാടൻ മേഖല സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന അപൂർവം കാർഷിക മേഖലകളിൽ ഒന്നാണ്. 5. ഇന്ത്യയിൽ ആദ്യമായി സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി നടത്തുന്ന പ്രദേശം ഏതാണ്? ഉത്തരം കുട്ടനാട്. റിസർച്ച് സെന്റർ ഫോർ ബെലോ സീ ലെവൽ ഫാമിംഗ് സ്ഥിതി ചെയ്യുന്നത് കുട്ടനാട്ടിലെ മങ്കൊമ്പിലാണ്. 6. ആലപ്പുഴ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജാ കേശവദാസ്. തിരുവിതാംകൂർ വലിയ ദിവാനായിരുന്ന രാജാ കേശവദാസാണ് 1762 ഒരു തുറമുഖ നഗരമായി ആലപ്പുഴയെ വികസിപ്പിച്ചത്. 7. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ. 1859 ജെയിംസ് ഡാറ എന്ന ഐറിഷ്കാരനാണ് ഡാറാസ് മെയിൽ കമ്പനി എന്ന പേരിൽ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ ആരംഭിച്ചത്. 8. ഇന്ത്യയിലെ ആദ്യത്തെ കയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കലവൂർ, ആലപ്പുഴ. കയർ വ്യവസായത്തിന്റെ ചരിത്രവും വളർച്ചയും പ്രദർശിപ്പിക്കുന്ന സ്ഥാപനമാണിത്. 9. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? ഉത്തരം പുന്നമടക്കായൽ. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി അരങ്ങേറുന്നത്. 10. ആദ്യമായി നെഹ്റു ട്രോഫി വള്ളംകളി നടന്ന വർഷം ഏതാണ്? ഉത്തരം 1952. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ആലപ്പുഴ സന്ദർശനത്തോടനുബന്ധിച്ചാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിൽ ഇതാരംഭിച്ചത്. 11. പ്രശസ്തമായ പമ്പാനദി പതിക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം വേമ്പനാട്ട് കായലിൽ. പമ്പ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴയാർ എന്നിവ വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. 12. തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മരണ നിലനിർത്തുന്ന തകഴി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തകഴി, ആലപ്പുഴ. ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ തകഴിയുടെ ചെമ്മീൻ, കയർ എന്നീ പ്രശസ്ത നോവലുകളുടെ പശ്ചാത്തലം ആലപ്പുഴയിലെ കുട്ടനാടൻ ഗ്രാമങ്ങളാണ്. 13. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1946 ഒക്ടോബർ. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും സർ CP രാമസ്വാമി അയ്യരുടെ സർവ്വസ്വതന്ത്ര ഭരണത്തിനുമെതിരെ നടന്ന ചരിത്രപ്രസിദ്ധമായ സായുധ പോരാട്ടമാണിത്. 14. പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വലിയ ചുടുകാട്, ആലപ്പുഴ. സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വാസ്തുസ്മാരകമാണിത്. 15. ചേർത്തലയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ പള്ളി ഏത് വിശുദ്ധന്റെ നാമധേയത്തിലുള്ളതാണ്? ഉത്തരം വിശുദ്ധ സെബാസ്റ്റ്യൻ, അർത്തുങ്കൽ വെളുത്തച്ഛൻ. സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക എന്നാണ് ഈ പള്ളിയുടെ ഔദ്യോഗിക നാമം. 16. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദ്വീപ് ഏതാണ്? ഉത്തരം പാതിരാമണൽ. അപൂർവ ഇനം ദേശാടന പക്ഷികളുടെ സങ്കേതമായ പാതിരാമണൽ ദ്വീപ് ആലപ്പുഴ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ്. 17.
കുട്ടനാടിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം അമ്പലപ്പുഴ. പ്രശസ്തമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും അമ്പലപ്പുഴ പാൽപ്പായസവും വളരെ പ്രശസ്തമാണ്. 18. ഓട്ടൻതുള്ളൽ എന്ന കലാരൂപം തുള്ളൽ പ്രസ്ഥാനമായി ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്തു നടക്കുമ്പോൾ മിഴാവ് കൊട്ടാൻ ഉറങ്ങിപ്പോയ സംഭവത്തെ തുടർന്നാണ് അദ്ദേഹം ഓട്ടൻതുള്ളൽ രൂപീകരിച്ചത്. 19. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലകളിൽ മുന്നിൽ നിൽക്കുന്ന ആലപ്പുഴയിലെ പ്രധാന തുറമുഖം നിർമ്മിച്ച വർഷം ഏതാണ്? ഉത്തരം 1762. രാജാ കേശവദാസിന്റെ മേൽനോട്ടത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ ആസൂത്രിത തുറമുഖമായി ആലപ്പുഴ ലൈറ്റ് ഹൌസും കടൽപ്പാലവും വികസിച്ചു. 20. ആലപ്പുഴ ലൈറ്റ് ഹൌസ് നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1862. കേരളത്തിലെ ആദ്യത്തെ പ്രധാന ലൈറ്റ് ഹൌസുകളിൽ ഒന്നാണിത്. 21. മങ്കൊമ്പിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഗവേഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം റൈസ് റിസർച്ച് സ്റ്റേഷൻ. റൈസ് റിസർച്ച് സ്റ്റേഷൻ, മോൺകോംബു. കുട്ടനാട്ടിലെ നെൽകൃഷിയുടെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന സ്ഥാപനമാണിത്. 22. മാരാരി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ ഏത് സ്ഥലത്താണ്? ഉത്തരം മാരാരിക്കുളം. മത്സ്യബന്ധന ഗ്രാമ പശ്ചാത്തലമുള്ള ശാന്തമായ അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമാണിത്. 23. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് പേരുകേട്ട ആലപ്പുഴയിലെ പ്രശസ്തമായ ഗ്രാമം ഏതാണ്? ഉത്തരം മേൽപ്പാടം ബൈ തഴക്കര ബൈ ചമ്പക്കുളം. ചമ്പക്കുളം മൂലം വള്ളംകളി കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളികളിൽ ഒന്നാണ്. 24. കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കായംകുളത്തിന് സമീപമുള്ള ഈ കൊട്ടാരത്തിൽ പ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രം സ്ഥിതിചെയ്യുന്നു. 25. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രമായ ഗജേന്ദ്രമോക്ഷം സ്ഥിതിചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൃഷ്ണപുരം കൊട്ടാരം, കായംകുളം. 18-ാം നൂറ്റാണ്ടിൽ വരയ്ക്കപ്പെട്ട തിരുവിതാംകൂർ ശൈലിയിലുള്ള കൂറ്റൻ ചുവർച്ചിത്രമാണിത്. 26. കായംകുളം താപനിലയം NTPC ഇന്ധനമായി ഉപയോഗിക്കുന്നതെന്താണ്? ഉത്തരം നാഫ്ത. നാഫ്ത. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്ട് എന്നാണ് ഇതിന്റെ ഔദ്യോഗിക നാമം. 27. കരുമാടിക്കുട്ടൻ എന്നറിയപ്പെടുന്ന ബുദ്ധപ്രതിമ സ്ഥിതിചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കരുമാടി, അമ്പലപ്പുഴയ്ക്ക് സമീപം. കേരളത്തിലെ പഴയകാല ബുദ്ധമത സംസ്കാരത്തിന്റെ അവശേഷിപ്പാണ് കറുത്ത മണൽക്കല്ലിൽ തീർത്ത ഈ ബുദ്ധപ്രതിമ. 28. കാവുകളുടെ നാട് എന്നും സർപ്പക്കാവുകൾക്ക് പ്രശസ്തമായ സ്ഥലം എന്നും അറിയപ്പെടുന്ന ആലപ്പുഴയിലെ പ്രശസ്തമായ കേന്ദ്രം ഏതാണ്? ഉത്തരം മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രം. ഹരിപ്പാടിന് സമീപം സ്ഥിതിചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിണി വലിയ അമ്മ എന്നറിയപ്പെടുന്നു. 29. മണ്ണാറശാല ആയില്യം ആഘോഷിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ്? ഉത്തരം തുലാമാസം. തുലാം മാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണ് ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന മണ്ണാറശാല ആയില്യം നടക്കുന്നത്. 30. പ്രശസ്തമായ ചെട്ടികുളങ്ങര കുംഭഭരണി ആഘോഷിക്കുന്ന ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മാവേലിക്കര ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം. കെട്ടുകാഴ്ച എന്ന ഭീമാകാരമായ കുതിരകളും തേരുകളും അണിനിരക്കുന്ന സാംസ്കാരിക ദൃശ്യവിരുന്ന് ഇവിടെയാണ് നടക്കുന്നത്. 31. കേരള ഭാഷാരാമായണം രചിച്ച കണ്ണശ പണിക്കന്മാർ നിരണം കവികൾ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തരം നിരണം, തിരുവല്ല അതിർത്തി ആൻഡ് മാവേലിക്കര. മലയാള ഭാഷാസാഹിത്യത്തിന് വലിയ സംഭാവന നൽകിയ ആദ്യകാല കവികളാണ് കണ്ണശന്മാർ. 32. തിരുവിതാംകൂറിലെ തച്ചിൽ മത്തൂത്തരകൻ ഏത് നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആലപ്പുഴ തുറമുഖ വികസനം. രാജാ കേശവദാസനോടൊപ്പം ആലപ്പുഴയൊരു വ്യാപാര കേന്ദ്രമാക്കാൻ പ്രവർത്തിച്ച പ്രമുഖ വർത്തകനായിരുന്നു അദ്ദേഹം. 33. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്ന നിലയിൽ റാംസർ പട്ടികയിൽ ഇടം പിടിച്ച കായൽ ഏതാണ്? ഉത്തരം വേമ്പനാട് കോൾ പാടശേഖരങ്ങൾ. 2002-ലാണ് വേമ്പനാട്ട് കായൽ അന്താരാഷ്ട്ര റാംസർ കണ്ണീർത്തട പട്ടികയിൽ ഉൾപ്പെട്ടത്. 34. ആലപ്പുഴ ജില്ലയിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 6 താലൂക്കുകൾ. അമ്പലപ്പുഴ, കുട്ടനാട്, ചേർത്തല, കാർത്തികപ്പള്ളി, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിവയാണവ. 35. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ സ്വാഭാവിക വനമേഖലകൾ തീരെയില്ല എന്ന് തന്നെ പറയാം. 36. കേരളത്തിൽ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ മലനാടില്ലാത്ത ഒരേയൊരു ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. ഇടനാടും തീരദേശ പ്രദേശങ്ങളും ഇടനാട് ആൻഡ് തീരസമതലം മാത്രമാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. 37.
പ്രശസ്തമായ കവിയൂർ ക്ഷേത്രം പത്തനംതിട്ടയിലാണെങ്കിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെവിടെയാണ്? ഉത്തരം ആലപ്പുഴ, ചെങ്ങന്നൂർ. തൃപ്പൂത്താറാട്ട് എന്ന അപൂർവ ആചാരം നടക്കുന്ന പ്രസിദ്ധമായ ശിവപാർവതി ക്ഷേത്രമാണിത്. 38. കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടങ്ങളിലൊന്നായ കഞ്ചിക്കോട് പാലക്കാടാണെങ്കിൽ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം വേമ്പനാട്ട് കായലിൽ. കുട്ടനാട്ടിലെ നെൽകൃഷിയെ ഉപ്പുവെള്ളത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ച തടയണയാണിത്. 39. തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴയെ ഏത് ജില്ലയുമായാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം കോട്ടയം ജില്ലയുമായി. തണ്ണീർമുക്കം വെച്ചൂർ. 1975 തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 40. ആലപ്പുഴയിലെ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയുന്നതിനായി പമ്പയിലെ അധിക ജലം കടലിലേക്ക് ഒഴുക്കിവിടാൻ. 1955 തോട്ടപ്പള്ളി സ്പിൽവേ കമ്മീഷൻ ചെയ്തത്. 41. ശാസ്ത്രജ്ഞനായ എം.എസ്. സ്വാമിനാഥന്റെ ജന്മദേശം ഏതാണ്? ഉത്തരം മങ്കൊമ്പ്, ആലപ്പുഴ. ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. 42. വിപ്ലവ ഗായികയായ പി.കെ. മേദിനി ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പുന്നപ്ര വയലാർ സമരം ആൻഡ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ആലപ്പുഴ. സ്വാതന്ത്ര്യസമര സേനാനിയും നാടക സംഗീത കലാകാരിയുമാണ് ഇവർ. 43. കെട്ടുവള്ളങ്ങളുടെ ഹൗസ് ബോട്ട്സ് ഹബ്ബ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ പ്രധാന കേന്ദ്രം ഏതാണ്? ഉത്തരം പുന്നമട ആൻഡ് ഫിനിഷിംഗ് പോയിന്റ്. കായൽ വിനോദസഞ്ചാരത്തിനായി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെത്തുന്ന കേന്ദ്രമാണിത്. 44. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ജനയിതാവ് എന്നറിയപ്പെടുന്ന രാമപുരത്ത് വാര്യർ ഏത് രാജാവിന്റെ സദസ്യനായിരുന്നു? ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചനയിലൂടെയും അദ്ദേഹം പ്രശസ്തനായി. 45. കായംകുളം കൊച്ചുണ്ണിയുടെ സ്മരണകൾ ഇരമ്പുന്ന വാരാണപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ആലപ്പുഴ, കായംകുളം. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കായംകുളം കൊച്ചുണ്ണിയുടെ ചരിത്രസ്ഥലമാണിത്. 46. കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് ട്രെയിനിംഗ് ക്യാമ്പുകളിലൊന്നായ പള്ളപ്പുറം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ചേർത്തല, ആലപ്പുഴ. CRPF ക്യാമ്പും പരിശീലന കേന്ദ്രങ്ങളും ചേർത്തല പള്ളപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 47. ആലപ്പുഴയുടെ പ്രവേശകവാടം എന്നും ശബരിഗിരിയുടെ കവാടം എന്നും അറിയപ്പെടുന്ന റെയിൽവേ ജംഗ്ഷൻ ഏതാണ്? ഉത്തരം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ശബരിമല തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ. 48. ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ കൊടുന്തൂരാൻ ആൽത്തറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അമ്പലപ്പുഴയ്ക്കു സമീപം. 49. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വഴിപാട് ഏതാണ്? ഉത്തരം അമ്പലപ്പുഴ പാൽപ്പായസം. രുചികരമായ ഈ പാൽപ്പായസം അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യമാണ്. 50. 50-ാമത്തെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ളതാണ്. ചോദ്യം: കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ കണ്ണൂരുകാരനാണെങ്കിൽ തിരുവിതാംകൂർ സിംഹം എന്നറിയപ്പെടുന്ന ആലപ്പുഴക്കാരനായ പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ഉത്തരം കൃത്യമായി അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആലപ്പുഴ ജില്ലയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 PSC ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 50-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി എല്ലാവരും കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കേരള ഡിസ്ട്രിക്ട് സീരീസിലെ അടുത്ത 5-ാമത്തെ എപ്പിസോഡിൽ പുതിയൊരു ജില്ലയുടെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. തുടർന്നും നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കൺ അമർത്തുക. നന്ദി.